ഗൈസ് നമ്മൾ കിർഗിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ 6ാമത്തെ രാജ്യമായ കിർഗിസ്ഥാനിൽ ഇന്നെത്തി. ഇപ്പോൾ റണ്ണിങ്ങിലാണുള്ള റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ യാത്രകളും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായി. ഇനിയും അങ്ങോട്ട് അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോസുമായിട്ട് ഇഷാനെറ്റ്സ് വീണ്ടും വരും. ഓക്കെ, ഞങ്ങളിപ്പോൾ കിർഗിസ്ഥാനിൽ ബിഷ്കേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് ഈ ഹോട്ടലിൽ ആൾട്ടാരാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ആൽമാട്ടിക്കാണ്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 250 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോകുന്ന വൈകുന്നതാകണം ചെറിയൊരു നമ്മളെ നാടൻ ടച്ചുള്ള ഒരു ഫുഡ് കിട്ടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അന്ന് പോയി കഴിക്കണം. അപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ആൽമാട്ടിക്ക്. ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യുക, നിങ്ങളൊന്നിച്ച് കൂടെ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഗേസ് അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇതാ നമ്മൾ അനസുമായി, അതേപോലെ പിന്നെ സുനിൽക്കാ ഒന്ന് നോക്കപ്പാ. അനസുബായിക്ക് പനി പിടിച്ച് പിന്നെ ഇടങ്ങാറായിന്. ഇന്നലെ കുറച്ച് ഗുളിയെല്ലാം കഴിച്ച് കുറവുണ്ട്. അപ്പോൾ ചങ്കളെ നമ്മൾ ഇവിടുന്ന് നമ്മളെടുത്ത ഹോട്ടലിൽ നിന്ന് പിന്നെ ആൽമാട്ടിക്ക് പോവാണ്. എല്ലാ വണ്ടികളും അപ്പോൾ ചങ്കളെ അങ്ങനെ എന്താക്കി കിർഗിസ്ഥാൻ ബോർഡർ കഴിഞ്ഞ് അടുത്ത കസാക്കിസ്ഥാൻ ബോർഡറാണ്. കിർഗിസ്ഥാൻ്റെ എല്ലാം ക്ലിയറായി. അപ്പോൾ ഒരു 2 ഡേയ്സ് ഞങ്ങൾ എന്തുണ്ടാവും ഇവിടെ കസാക്കിസ്ഥാനിലുണ്ടാവും. പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ ആൽമാട്ടി ചൈനയിലേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ബൈ ബൈ. അങ്ങനെ കസാക്കിസ്ഥാൻ ബോർഡർ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കാറ് സ്കാനിങ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇത്ര യാത്ര ചെയ്തിട്ട് ഫുള്ള് വണ്ടി സ്കാൻ ചെയ്യുന്നത്. നമ്മളെ ഈ സെഷൻ ദുബൈയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ ആ കാണുന്ന ഒരു വീമ് മാതിരി കാണുന്നില്ലേ, കാരണം ഇവിടെ വീഡിയോ അലോട്ടല്ല. അപ്പോൾ അവർ കാണാതെ ഷൂട്ട് ചെയ്യുന്നതാണ്. ക്ലിയർ കുറവുണ്ട്. പിന്നെ ആ കാണുന്നതാണ് സ്കാനിങ്. അതിൻ്റെ ഉള്ളിലോട്ട് കാറ് പോകണം. നമ്മുടെ വണ്ടിയിൽ എന്താണെന്ന് ചെക്ക് ചെയ്യാനാണ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് ചെക്ക് പോസ്റ്റുകളും അതേപോലെ കസ്റ്റംസ് എല്ലാം കടന്നു കഴിഞ്ഞ്, പക്ഷെ ഒന്നും വീഡിയോ ഭയങ്കര കൃത്യമായ നിഷ്ഠതയാണ്. വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ക്യാമറ ഉണ്ട് പക്ഷെ ആളുകളില്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ചങ്കളെ ഇതാണ് സ്കാനിങ് കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാഴ്ചകളും പ്ലേസും കസാക്കിസ്ഥാൻ്റെ കസ്റ്റംസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി നെക്സ്റ്റ് പിന്നെ ആൽമാട്ടി ചൈന. ഓക്കെ, കഥകളും വിശേഷങ്ങളുമായി ഒക്കെ വരാം. അപ്പോൾ ചങ്കളെ നമ്മൾ കസാക്കിസ്ഥാനിലെ ബോർഡർ കടന്നപ്പോൾ പീടികയിൽ നിന്ന് നമുക്ക് സിം കിട്ടി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറിയിലൊക്കെ കിട്ടും. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് രേഖകളൊന്നും വേണ്ട. ആദ്യം നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇവിടെ ഒന്നും വേണ്ട, സിം എടുത്ത്. പിന്നെ ഇന്ന് നമുക്ക് ലഞ്ച്
കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താക്കണം, നമ്മളെ വണ്ടിയിൽ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നെയ്ച്ചോറും പരിപ്പ് കറിയും ഉണ്ടാക്കണം. അതിനുള്ള സ്ഥലം പോകുന്ന പോക്കിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഒരു തണൽ കിട്ടിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ നമ്മളെ നാട്ടിലെ കാക്കകളില്ലേ, കാക്കയും കുറേ കാക്കക്കുട്ടികളും കൂട് കൂട്ടീന് മരത്തിൻ്റെ മേലെ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം നെക്സ്റ്റ് പ്ലേസ് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്, നെയ്ച്ചോറും പരിപ്പ് കറിയും. ഓക്കെ, സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ മറ്റുള്ള വണ്ടികളൊക്കെ വഴിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. നിങ്ങളെ ഒന്നിച്ച് നമ്മളെ എന്ത് ചെയ്യുക, കൂട്ടുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു വെള്ള സൗകര്യം കിട്ടി. ഇതൊരു ഹോട്ടലാണ് പൂട്ടിയിട്ട്. നമ്മൾ പിന്നെ കോഴിക്കോട് ചുരം, അതേപോലെ പിന്നെ തൊട്ടിൽപ്പാല ചുരത്തിലൊക്കെ കാണുന്നില്ലേ, അതേപോലെ ഒരു ഹോട്ടൽ, വലിയ ഹോട്ടൽ പൂട്ടിയിട്ടതാണ്. അപ്പോൾ ഇവിടെ യാത്രയിൽ വെള്ളം കണ്ട്, അതേപോലെ ഇതാ എല്ലാ ലോറിക്കാരും വെള്ളം കണ്ട. ഈ ബ്രോ വെള്ളം എടുക്കുന്നതാണ്. ഈ ബ്രോൻ്റെ ലോറിയാണിത്, വലിയ ലോറി, ഈ കണ്ടെയ്നർ. ഇമറാത്ത് ആ ലോറീൻ്റെ ഡ്രൈവർ കേട്ടോ. ഇത് ബിഷ്കേക്ക് ഓൻ ബിഷ്കേക്കിലേക്ക് പോകുന്നതാണ്. കാരണം ഞങ്ങൾ വന്ന ടൗണിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതാ നമ്മളെ വണ്ടി ഇതാ ഇവിടെ നിർത്തിയിട്ടിന്, മറ്റേ വണ്ടി വരണം. പിന്നെ ഇതാ നമ്മളെ പിന്നെ ചങ്ക് സുധീർ ചാവക്കാട് ഭയങ്കര എഡിറ്റിങ്ങിലാണ്. പിന്നെ ഇയാളൊന്നല്ലാട്ട് ഉണ്ടാക്കുന്നത്, ഇയാൾ തിന്നാൻ മാത്രമേ അറിയുള്ളൂ. ഇയാൾ പിന്നെ മൂടിയൊക്കെ തുറക്കുന്നുണ്ടവർക്ക് ഒരു ഉപ്പ് വരെയുടെ അറിയുന്നൊക്കെ കഴിയണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വെള്ളം, നല്ല വെള്ളം, പക്ഷേ ഇവിടെ വൃത്തികേടാണ്. പക്ഷെ എങ്കിലും വെള്ളം ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഓക്കെ, അപ്പോൾ ചങ്കള് നമുക്ക് ഇന്ന് എന്താക്കിയിട്ടില്ല, പിന്നെ ലഞ്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ UA to ഇന്ത്യ ടൂറിൽ 4ാമത്തെ ഫുഡ് ഉണ്ടാക്കല. ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം കസാക്കിസ്ഥാനിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല പരിപ്പ് കറിയും പിന്നെ ബസ്മതി കൊണ്ടുള്ള ബാരിക് റൈസും. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ബൈക്കും അതേപോലെ ലാൻഡ് ക്രൂയിസും അങ്ങനെ വരുന്നുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, കുറച്ച് തൈരും പച്ചമുളകും ഉള്ളിയും തക്കാളിയും വാങ്ങാം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും കിട്ടൽ പ്രയാസമാണെങ്കിൽ തൈര് ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളോട് കൂടുക. നമ്മളെ മുത്തത മാണികക്കല്ല് നമുക്ക് തിന്നാനുള്ള പ്ലേറ്റ് കഴുകുന്ന മനസ്സിലാക്കണം അല്ലേ സുനിൽക്ക? യെസ്, തിന്നാനുള്ള പ്ലേറ്റ്. അതേ അറിയുള്ളൂ കേട്ടോ. വേറെ ഒരു കറി ഉണ്ടാക്കാനോ ചോറുണ്ടാക്കാനോ അറിയും, പക്ഷെ ചെയ്യൂല. നല്ല മുത്ത. ഈ വീഡിയോ എടുക്കുന്ന ആളെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ. ചോറെങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, ബേസിനിട്ട് കുടൽ കരിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുനീർക്ക ചോറ് ഊറ്റാനുള്ള അരിപ്പ കഴുകുന്നതാണ്. ചോറ് ഏകദേശം ഇതാ വെന്ത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്നും കൂടെ തിളച്ചാൽ ചോറായി. അടുത്തത് പരിപ്പ് കറിയും ചോറ് തിന്നലും. ഓരോട് തൈരൊക്കെ വാങ്ങാൻ പറഞ്ഞു, കിട്ടിയാൽ എന്ത് ചെയ്യും അല്ലേ സുനീർക്ക? യെസ്. അപ്പം അങ്ങനെ പരിപ്പിൻ്റെ വിസിൽ വന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇതാണ്. ഇത് കുറേ എണ്ണം കൊണ്ടുവന്നു, ഒരു കാർട്ടൂൺ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ചോറ് ഇനിയിപ്പോൾ തൈര് ഇതും വന്നാൽ കറിയും കൂടെ വറവിട്ടാൽ കഴിക്കാം. ഇത് ഇറക്കറി ഇങ്ങനെ കുലുക്കി കൊടുക്കണം, കാരണം എന്നാലേ ഫുള്ള് ഫാസ്റ്റ് കത്തുള്ളൂ. 2 വിസിൽ ഇല്ല, 3ാമത്തെ അവിടെ പൊട്ടിച്ചിക്ക് 2 ഇതിന് കൊണ്ടായില്ലേ. ഏതാ വിസിൽ വന്നു, 2ാമത്തെ വിസിലും വന്നു. ഒരു 10 വിസിലും കഴിക്കണം. വേറെ വിസിൽ കൊടുക്കട്ടെ. നിസാർക്ക ലാസ്റ്റ് രുചിയോടെ ഉള്ള ഭക്ഷണം എപ്പോ കഴിച്ചെന്നറിയാം? 2 ആഴ്ച മുമ്പ് നിങ്ങളൊരു നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയില്ലേ? അല്ല ചിക്കൻ അല്ലല്ല, നമ്മള് വഴിയിൽ വെച്ചിട്ട് ഒരു ചിക്കൻ, നാടൻ ചിക്കൻ കറി. അതാണ് ലാസ്റ്റ് കഴിച്ച രുചിയുള്ള ഭക്ഷണം. അപ്പൊ അങ്ങനെ അതിപ്പോ അങ്ങനെ ആര് ചാടാൻ പോവാണ്? കടുകിനെ എടുത്തേക്ക് വെളിച്ചെണ്ണയിലേക്ക് അതപ്പോ പൊട്ടുക. അപ്പൊ നമ്മളെ വറവ് ഇങ്ങനെ റെഡിയായി. ചൂടുള്ളോ? ചൂടാക്കി സ്പൈസി ആക്കി. അപ്പൊ നമ്മളെ പരിചയപ്പെട്ടൊരു ബ്രോ നമുക്കൊരു ചോക്ലേറ്റ് തന്നെയാണ് കേട്ടാ. യെസ്,
ഈ വണ്ടിയിൽ വന്ന ആളാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് എന്താക്കി 2 ചോക്ലേറ്റിൻ്റെ ബോക്സ്, അതും നല്ല ഐറ്റം, നല്ല സാധനമാണല്ലോ. ഏകദേശം ഒരു ദുബായ് ചോക്ലേറ്റിലെ പോലത്തെ ഒരു ചോക്ലേറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങളും കഥകളും പിന്നെ കസാക്കിസ്ഥാൻ്റെ നമുക്ക് പങ്കിടാം. ഓക്കെ, എന്നാൽ ചോറെടുക്ക്. എന്താ പരിപ്പ് കറിയും ചോറും. ആഹാ, കുറച്ച് തുമ്മാൻ ഓർമ്മയ്ക്ക് മോനെ അച്ചാറിട്ടീന്. അച്ചാറ് ഞങ്ങളെ പിന്നെ റൈസാ നിങ്ങൾ കൊണ്ടുവന്ന ചിക്കനിലടാ. മോനെ അത് എടുക്കടാ. അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ എന്ത് ചെയ്ത് ഫുഡെല്ലാം ഉണ്ടാക്കി സാധനങ്ങളൊക്കെ എന്ത് ചെയ്ത് ഓരോരോ വണ്ടി കയറ്റി. എൻ്റെ വണ്ടിയിൽ ഉള്ള കുക്കറും ഉള്ള മസാലപ്പൊടികളും പിന്നെ കുറച്ചെല്ലാം ഡ്രസ്സുകളെല്ലാം പിന്നെന്താക്കുന്നതാണ് ഇവിടുന്ന് നമ്മൾ അൽമാട്ടിയിലേക്ക് പിന്നെ തിരിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ നല്ല അടിപൊളി വെള്ളമുള്ളൊരു ഏരിയയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ റാഹത്തായി. നല്ല പരിപ്പും ചോറാണെങ്കിലും നല്ല അടിപൊളി ഭക്ഷണമായി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട്, എല്ലാവരും നന്നായിട്ട്, ഞാനടക്കം നന്നായിട്ട് കഴിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ലൊക്കേഷനിലേക്ക്. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കസാക്കിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ സമയം എത്രയായിന്നറിയോ? രാത്രി 8:30 മണിയായി. എന്നിട്ടും എന്താക്കിയിട്ടില്ല, നേരം ഇരുട്ടായിട്ടില്ല, മേഘം കറുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെന്താക്കാൻ ഇനി അൽമാട്ടിക്ക് യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ 4 വണ്ടി 9 ആളും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ കൂടെ കിട്ടാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ അൽമാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, എന്താണെന്ന് അറിയില്ല, ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഇവിടുത്തെ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട്. അതേപോലെ ഇവിടുത്തെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇവിടുത്തെ ജനങ്ങൾ അടുത്ത് വരിക, പരിചയപ്പെടുക, ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ എന്ത് സ്നേഹം എന്ന് പറയുന്നത് അവർക്ക്. അപ്പോൾ നല്ലൊരു പ്ലേസാണ് ഇവിടെ. എല്ലാം കാണിച്ചു കൊടുക്കും, അടിപൊളി ഏരിയ ആണ്. മെയിനായിട്ട് അതാണ് അൽമാട്ടിയിലെ ഏറ്റവും വലിയൊരു ഗവൺമെൻറ് സ്ഥാപനം. ഇത് എന്താ ഗവൺമെൻറ് സ്ഥാപനം എന്ന് നമുക്കറിയില്ല, അവിടെ ഇപ്പം നമ്മളുള്ളത്. അപ്പം ചങ്കളെ നമ്മൾ പിന്നെ കസാക്കിസ്ഥാനിലെത്തി. നമ്മൾ റൂമിലേക്ക് പോകുന്ന റോഡിൻ്റെ നൈറ്റ് കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നിപ്പോൾ ഇവിടെ ടൈം ഇപ്പോൾ 11:30 മണിയായി നൈറ്റ്. പിന്നെ റൂമെടുത്ത് ഹാൾട്ട് ചെയ്തിട്ട് നാളെ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ആ കാഴ്ചകളുണ്ട്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.